Alhamdulillah Rabbil Alameen. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin. Nabiyyina Muhammadin wa ala alihi wa sahbihi ajma'in. Fallahumma 'allimna ma yanfa'una wanfa'na bima 'allamtana wa zidna 'ilma wa aslih lana ilahana sha'nana kullahu fala takilna ഇലാ അൻഫുസിനാ തർഫത ഐൻ. സഹോദരങ്ങളെ, ഇന്നത്തെ ഹദീസ് അൻ അബിൽ അബ്ബാസ് സഹൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം റവാഹുൽ ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്. സഹൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും കർമ്മങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക, അതിൻ്റെ അവസാനം നോക്കിയാണ്. അപ്പോൾ ഏതൊരു കർമ്മങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വില ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ അവസാനം നന്നാകണം. അതാണ് ഈ ഹദീസ്. അൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിച്ചൊരു ഹദീസാണ്. വളരെ എളുപ്പമായ സഹൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. 3 വാക്കുകൾ മാത്രമാണുള്ളൂ. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. ആദ്യമായി ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബി അദ്ദേഹത്തിന്റെ പേരാണ് സഹൽ ബിൻ സഅദ് അസ്സാഇദി. സഹൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കുനിയത്താണ് അബുൽ അബ്ബാസ്. കുനിയത്ത് എന്ന് പറഞ്ഞാൽ അറബികൾക്കിടയിൽ മക്കളിലേക്ക് ചേർത്തിക്കൊണ്ട് ഇന്നയാളുടെ വാപ്പയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധിക അറബികൾക്കിടയിലും കാണാൻ സാധിക്കുന്ന ഒരു നാമമാണ് കുനിയത്ത് എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്ത് ഉണ്ടായിരുന്നു അബുൽ ഖാസിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്ത് അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദ്ദേഹത്തിന്റെ കുനിയത്ത് അബുൽ അബ്ബാസ്, സഹൽ ബിൻ സഅദ് അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം ഒരു അൻസാരിയായ സഹാബിയാണ്. ഇദ്ദേഹമാണ് മദീനയിൽ അവസാനമായി മരണപ്പെട്ട സഹാബി. സഹാബിയാണ് ആര്? അബുൽ അബ്ബാസ് സഹൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം മരിച്ച വർഷം ഹിജ്റ 91 ഹിജ്റ 88 അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ മദീനയിൽ അവസാനമായി മരണപ്പെട്ട സഹാബി എന്ന് പറഞ്ഞാൽ മുത്ലഖൻ നിരുപാധികമായി അവസാനമായി മരണപ്പെട്ട സഹാബി എന്നാണ് അർത്ഥം? അല്ല, മറിച്ച് ഓരോ നാട്ടിലും അവസാനമായി മരണപ്പെട്ട സഹാബിമാരുണ്ട്. നമുക്കറിയാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ബസറയിൽ അവസാനമായി മരണപ്പെട്ടത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ബസറയിൽ അവസാനമായി മരണപ്പെട്ടത്. അങ്ങനെ മദീനയിൽ അവസാനമായി മരണപ്പെട്ട സഹാബിയാണ് ആര്? സഹൽ ബിൻ സഅദ്. എന്താണ് പേര്? സഹൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു. തയ്യിബ്, ആരാണ് ഏറ്റവും അവസാനമായി മരണപ്പെട്ട സഹാബി? ആരാണ് അവസാനമായി മരണപ്പെട്ട സഹാബിമാരുടെ കൂട്ടത്തിൽ അവസാനമായി മരണപ്പെട്ട സഹാബി അറിയില്ലെങ്കിൽ പഠിച്ചോളൂ. അബു തുഫൈൽ ആമിർ ബിൻ വാസില. ആരാണ്? അബു തുഫൈൽ ആമിർ ബിൻ വാസില റളിയല്ലാഹു അൻഹു. ഇദ്ദേഹമാണ് അവസാനമായി മരണപ്പെട്ട സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അങ്ങനെ അവസാനമായി ഇസ്ലാമിലായിക്കൊണ്ട് മരണപ്പെട്ട സഹാബി അദ്ദേഹം ആരാണ്? അബു തുഫൈൽ ആമിർ ബിൻ വാസില റളിയല്ലാഹു അൻഹു. ഇനി ഈ സഹൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു ഇദ്ദേഹമാണ് മദീനയിൽ അവസാനമായി മരണപ്പെട്ട സഹാബി. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ വാപ്പയും സഹാബിയാണെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. അപ്പോൾ ഇതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് 15 വയസ്സായിരുന്നു പ്രായം. 15 വയസ്സായ സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മരണപ്പെടുന്നത്. അപ്പോൾ സഹാബത്തിൽ ചെറിയ സഹാബിയായ വളരെ പ്രായമേറിയ അങ്ങനെ
ധാരാളം ശിഷ്യന്മാരുള്ള സഹാബിയാണ് സഹൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഒരു കാരണമുണ്ടായിട്ടുണ്ട്. തീർച്ചയായും കർമ്മങ്ങൾ അതിന്റെ അവസാനം കൊണ്ടാണ് പരിഗണിക്കപ്പെടുക, അവസാനമാണ് നാം കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് എന്നൊരു കാര്യം സ്വഹീഹൈനിൽ സ്വഹീൽ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നോക്കിയിരിക്കവേ ഒരു യുദ്ധവേളയാണ്. ആ യുദ്ധത്തിൽ ഒരാൾ അങ്ങേയറ്റം ജിഹാദിൽ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി കാണുന്ന ആളുകളെയൊക്കെ വെട്ടി ആ രൂപത്തിൽ കാണുന്ന സഹാബത്ത് എല്ലാവരും വിചാരിച്ചു ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക ഇന്നയാൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്രയും യുദ്ധത്തിൽ അങ്ങേയറ്റം നല്ല രൂപത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ മിൻ അഹ്ലിന്നാർ, ഇയാൾ നരകത്തിലാണ്. അപ്പോൾ സഹാബത്തിന് അത്ഭുതം തോന്നി. സഹാബത്ത് വിചാരിച്ചു, കാരണം എന്താണ്, ഇദ്ദേഹം നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലാണ് എന്ന് പറഞ്ഞു. എന്താണ് കാരണം? അങ്ങനെ സഹാബത്ത് നോക്കുകയാണ് എന്താണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ. അങ്ങനെ സഹാബത്ത് ഇയാളെ പിറകെ കൂടി ഇയാൾ എന്ത് ചെയ്യാണ്, യുദ്ധത്തിൽ നല്ല രൂപത്തിൽ യുദ്ധം ചെയ്യും. അവസാനം ഇദ്ദേഹത്തിന്റെ വെട്ടേറ്റപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു വാള് കുത്തിക്കൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെ ഉണ്ടായപ്പോൾ ഇതാര് കാണുകയാണ്, സഹാബത്ത് കണ്ടു. സഹാബത്തിന് വളരെ അത്ഭുതം തോന്നി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, ഓ നബിയെ, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ്, താങ്കൾ പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ഇന്ന റജുല, ഒരാൾ ലയഅമലു അമല അഹ്ലിൽ ജന്ന, അവൻ എന്തെയും സ്വർഗ്ഗക്കാരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, നല്ല രൂപത്തിൽ നമസ്കരിക്കും, അള്ളാഹുവിന്റെ മാർഗത്തിൽ പാരായണം ചെയ്യും, ഖുർആൻ പാരായണം ചെയ്യും, ഇബാദത്തുകൾ ചെയ്യും, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യും. അങ്ങനെ സ്വർഗ്ഗക്കാരുടെ കർമ്മങ്ങളൊക്കെ ചെയ്യും. ഫീമാ യബ്ദു ലിന്നാസ്, ജനങ്ങൾ കാണുന്ന സാഹചര്യത്തിൽ, അതായത് ആളുകൾക്ക് മുമ്പിൽ സ്വർഗ്ഗക്കാരുടെ കർമ്മങ്ങളാണ്. വഹുവ മിൻ അഹ്ലിന്നാർ, എന്നാൽ അവൻ എവിടെയാണ്, അവൻ നരകക്കാരനാണ്. വ ഇന്ന റജുല ലയഅമലു അമല അഹ്ലിന്നാർ, അങ്ങനെ ഒരാൾ നരകക്കാരുടെ കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിലും പോകുന്നതാണ്. ഇതാണ് ഈ ഹദീസ് ഉദ്ധരിച്ചതിൽ അതിന്റെ സബബ്, അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പറയാനുണ്ടായ കാരണം. സഹോദരങ്ങളെ, നമുക്കറിയാം ധാരാളം കുറെ ഇബാദത്തുകൾ ചെയ്ത് അത് അള്ളാഹുവിനു വേണ്ടി അല്ലാതെ മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടിയും ഈ രൂപത്തിലൊക്കെ ജീവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫീമാ യബ്ദു ലിന്നാസ്, ജനങ്ങൾ കാണാൻ വേണ്ടി അങ്ങനെ ചെയ്തൊരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മം അവസാനം എന്താകും, അള്ളാഹു സുബ്ഹാനഹു വ തആല ബാത്തിലാക്കി കളയും. അതാണ് ഫയസ്ബിഖു അലൈഹിൽ കിതാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, ഒരാൾ സ്വർഗത്തിനും അവനുമിടയിൽ വെറും ഒരു മുഴം മാത്രം ദൂരമേ ഉണ്ടാകുള്ളൂ, അതായത് മരിക്കാനായി. ആ സാഹചര്യത്തിൽ അവൻ കുഫ്രിന്റെ സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ കുറെ കാലം, വർഷക്കാലത്തോളം കുഫ്രിലായിക്കൊണ്ട് ജീവിച്ചു. അവസാന കാലഘട്ടത്തിൽ അവൻ എന്തെയാണ്, ഇസ്ലാമിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാലത്ത് ഒരാൾ ഉണ്ടായിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു അസറിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരാൾ വരികയാണ്. അങ്ങനെ അയാൾ ഒട്ടകത്തിലായിക്കൊണ്ടാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു, അയ്യു അല്ലിമഹു, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ദീനുൽ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു. തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാഹ് വ തുഅതിയ സക്കാ വ തഹുജ്ജൽ ബൈത്ത്. ദീനുൽ ഇസ്ലാമിന്റെ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ട ഒരു വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇദ്ദേഹം ആ ഒട്ടകത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അഖറർതു, അതെ ഞാൻ അംഗീകരിച്ചു. നബിയെ, താങ്കൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിച്ചു, ഞാൻ വിശ്വസിച്ചു, ഞാൻ മുസ്ലിമായി എന്നൊരു അഖറർത്തു, ഒരു വാക്ക് മാത്രമാണ് ഇദ്ദേഹം പറഞ്ഞത്. ആ സാഹചര്യത്തിൽ ഇദ്ദേഹം ഒട്ടകത്തിലാണല്ലോ ഉള്ളത്. ആ ഒട്ടകത്തിന്റെ കാല് ഒരു കുഴിയിൽ വീഴുകയും ഈ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ഈ സഹാബി നിലത്തേക്ക് വീണു. അങ്ങനെ ഇദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നു, അയൻദുറ ഇലല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു ആയത്തുണ്ട്, സത്യവിശ്വാസികൾ അവരുടെ ഈമാനിൽ ഒരു ദുൽമും ഒരു അക്രമവും ഒരു ശിർക്കും ഒന്നും തന്നെ കലരാത്തൊരു ഈമാൻ, അങ്ങനെയുള്ള ഒരാളെ കാണണമെങ്കിൽ ഫല്യൻദുർ ഇലാ ഹാദാ, അവൻ ഈ മരണപ്പെട്ട ആളിലേക്ക് നോക്കിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം എന്താണ്, എത്രയോ വർഷക്കാലത്തോളം കുഫ്രിലായിക്കൊണ്ട് ജീവിച്ചു, അവസാനം അഖറത്തു, ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു വാക്ക് മാത്രമേ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ.
അദ്ദേഹം നേടിയ പ്രതിഫലം എന്താണ്? റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗം നൽകുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് എന്ത്? ധാരാളം കുറെ വർഷക്കാലത്തോളം അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ആ രൂപത്തിൽ ജീവിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അവസാന കാലത്ത് മോശമായ അന്ത്യമാണ് നമുക്ക് നൽകുന്നത്, വലിയ നഷ്ടമാണ്. മറിച്ച് ഒരാൾ അള്ളാഹുവിനെ അനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നല്ല ഇഹ്സാനോടുകൂടി ഒരാൾ ജീവിച്ചാൽ അതിന് പ്രതിഫലം ഇഹ്സാൻ അല്ലാതെ മറ്റെന്താണ്? ഈ ഹദീസിന്റെ റിവായത്തിൽ കാണാം, ഈ മരണപ്പെട്ട ആളുടെ വായയിലേക്ക് റഅയ്തുൽ മലായികത തദുസ്സുൽ ഫാകിഹത ഫീ, മലക്കുകൾ ഇദ്ദേഹത്തിന്റെ വായയിലേക്ക് പഴങ്ങൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതായി കണ്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കാരണം എന്താണ്? ഇദ്ദേഹം മരിച്ചത് വിശപ്പോടുകൂടിയാണ്. അപ്പോൾ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് അൽ ഇബ്റതു ബിൽ ഖവാതീം, നമ്മുടെ അവസാനം എന്താണോ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. എങ്ങനെയാണ് നമ്മുടെ അവസാനം നന്നാവുക? പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, അവസാനം നന്നാകാൻ നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് മുജാഹദത്തുൻ നഫ്സി ഫിൽ അമലി സ്വാലിഹ്. സൽക്കർമ്മങ്ങൾ നാം എന്ത് ചെയ്യണം? അങ്ങേയറ്റം ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് അടുത്തുകൊണ്ടേയിരിക്കണം. അതിൽ വളരെ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ നിയ്യത്ത്, നമ്മുടെ ഖൽബിലുള്ളത്. ആരും തന്നെ കാണാത്ത ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇന്ന ഖാതിമത്തസ്സൂ തകൂനു ബിസബബിൻ ദസീസത്തിൻ ബാത്തിനത്തിൻ ലിൽ അബ്ദ് ലാ യത്തലി അലൈഹി നാസ്. ജനങ്ങളൊന്നും കാണാത്ത, ആരും തന്നെ കാണാത്ത നമ്മുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച കാര്യം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ മോശം അന്ത്യം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഹൃദയം അങ്ങേയറ്റം നന്നാക്കിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രമായിക്കൊണ്ട് നാം നമ്മുടെ നമസ്കാരമാകട്ടെ, നമ്മുടെ ദുആ ആകട്ടെ, നമ്മുടെ ഇബാദത്ത് ഏതൊരു കർമ്മമാകട്ടെ, നമ്മുടെ മതപഠനമാകട്ടെ, തലബുൽ ഇൽമാകട്ടെ, ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ മാത്രമാക്കണം. അങ്ങനെ ഇഖ്ലാസോടുകൂടി സൽക്കർമ്മം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്നാരാണ് പറയുന്നത്? അള്ളാഹു പറയുകയാണ്. അപ്പോൾ ഒരാൾക്ക് മുസ്ലിമായി മരണപ്പെടാൻ അവനെ സഹായിക്കുന്ന കാര്യം എന്താണ്? അവൻ മുസ്ലിമായി ജീവിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരിക്കൽ താബിഈ പണ്ഡിതനായ അബ്ദുൽ അസീസ് ബിൻ അബി റവാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരിക്കൽ ഒരാൾ മരണപ്പെടുന്ന മരണത്തിന്റെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി. അങ്ങനെ ആ മരണപ്പെടാനായ ആളോട് പോയി പറയുകയാണ്, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് ധാരാളം തൽഖീൻ ചെയ്യാന്ന് പറയും. അങ്ങനെ തൽഖീൻ ചെയ്തു കൊടുത്തപ്പോൾ ഇദ്ദേഹം സ്വീകരിക്കുന്നില്ല, ഈ മരണപ്പെടാൻ പോകുന്ന ആൾ സ്വീകരിക്കുന്നില്ല. അദ്ദേഹം അവസാനം എങ്ങനെയാണ് മരണപ്പെട്ടത്? വകാഫിറും ബിമാ യഖൂൽ, അദ്ദേഹം താങ്കൾ പറയുന്നത് ഞാൻ നിഷേധിക്കുന്നു എന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിച്ചു നോക്കിയപ്പോൾ ഇദ്ദേഹം നിരന്തരമായി കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ കള്ളു കുടിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം മോശമായ അന്ത്യം ഉണ്ടായി എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം നന്നാക്കി നമ്മുടെ അകവും പുറവും ഒക്കെ നല്ല രൂപത്തിലാക്കിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കൈവിടുകയില്ല. അതുപോലെ തന്നെ നാം മറ്റൊരു കാര്യം, നമ്മുടെ അവസാനം അന്ത്യം നന്നാകാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് അദ്ദുആ സാദിഖ്. സത്യസന്ധമായി നാം ദുആ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, നബിയുല്ലാഹ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ദുആ ചെയ്ത പ്രാർത്ഥന തവഫനി മുസ്ലിമ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അദ്ദേഹം ദുആ ചെയ്യുന്ന പ്രാർത്ഥന, അള്ളാഹു എന്നെ മുസ്ലിമായിക്കൊണ്ട് മരിപ്പിക്കണമേ, വൽഹിഖ്നി ബിസ്സാലിഹീൻ, അതുപോലെ തന്നെ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണമേ എന്ന് ആരാണ് ദുആ ചെയ്യുന്നത്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മെപ്പോലുള്ള പാവങ്ങൾ എന്ത് ചെയ്യണം? നാം ധാരാളമായി അള്ളാഹുലേക്ക് ദുആ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയുള്ള ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ? അവരുടെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് വതവഫന മഅൽ അബ്റാർ, പുണ്യവാളന്മാരുടെ കൂടെ എന്നെ മരിപ്പിക്കണേ എന്ന പ്രാർത്ഥനയും. അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു ദുആ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അൽ-ഇമാം ബുഖാരി അദ്ബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചൊരു ഹദീസാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ തവഫനി മഅൽ അബ്റാർ, അല്ലാഹുവേ പുണ്യവാളന്മാരുടെ കൂടെ, നല്ല ആളുകളുടെ കൂടെ എന്നെ മരിപ്പിക്കണേ. വലാ തുഖല്ലിഫ്നി ഫിൽ അശ്റാർ, മോശമായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തല്ലേ. വഅൽഹിഖ്നി ബിൽ അഖ്യാർ, ഏറ്റവും നല്ല ആളുകളുടെ കൂടെ എന്നെ പെടുത്തണമേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ദുആ ചെയ്യുമാറായിരുന്നു. സഹോദരങ്ങളെ, നമുക്കറിയാം, ധാരാളമായി കേട്ടൊരു മറ്റൊരു ഹദീസ് ഉണ്ട്, മറ്റൊരു പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ,
എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് ആര് പ്രാർത്ഥിക്കുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമ്പോൾ ഇത് കണ്ട സഹാബത്ത് ചോദിക്കുകയാണ്, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ആമന്നാ ബിക് വബിമാ ജിഅത ബിഹി, താങ്കൾ കൊണ്ടുവന്നതും അതൊക്കെ ഞങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നു. ഫഹൽ തഖാഫു അലൈന, എന്നിരിക്കെ താങ്കൾ ഞങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ എന്ന് താങ്കൾ ഭയപ്പെടുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഖാല നഅം, അവിടുന്ന് പറഞ്ഞു, അതെ ഞാൻ ഭയപ്പെടുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ യുഖല്ലിബുഹാ മദാശാ, ഓരോ ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് വിരലിന് ഇടയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അവൻ മാറ്റി മറിക്കുന്നതാണ് സഹോദരങ്ങളെ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാക്കണമെങ്കിൽ നാം എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മോശമായ അന്ത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും നല്ല അവസ്ഥയിൽ മരിക്കാനും നമ്മെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് അൻ തുഫത്തിഷ നഫ്സക്, നമ്മളെപ്പോഴും ഹിസാബ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ നഫ്സിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ഈ രൂപത്തിൽ മരണപ്പെടുകയാണെങ്കിൽ എന്റെ ഹൃദയത്തിൽ എന്തൊക്കെയാണ്, ഞാൻ പള്ളിയിൽ വരുന്നത്, ഞാൻ ഈ ദീൻ പഠിക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും കാണാൻ വേണ്ടിയാണോ? എന്റെ അകവും പുറവും ഒരുപോലെയാണോ? അള്ളാഹുവിന് വേണ്ടിയാണോ ഞാൻ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നൊരു കാര്യം എപ്പോഴും എന്ത് ചെയ്യണം? നഫ്സിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതുമാത്രമല്ല, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ഹറാമുകൾ അവർ സ്ഥിരമായി ചെയ്ത കാരണത്താൽ അവർക്കതൊരു പ്രശ്നമില്ലാത്ത ആ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ചിലർ നോട്ടമായിരിക്കും, ചില കേൾവിയായിരിക്കും. ഇത് സ്ഥിരമായി ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാരണത്താൽ അതെന്താകും? അതൊരു ഗൗരവമില്ലാത്ത, വെറും ഒരു വിലയില്ലാത്ത രൂപത്തിൽ അത് ഹറാമാണ് എന്ന ചിന്ത പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോലും എത്തിയ ആളുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നാം അതിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ നാം എപ്പോഴും നമ്മുടെ നഫ്സിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ ഹിസാബ് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ ഹിസാബ് ചെയ്യുക എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്കറിയാം. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ അവർ കരയുമായിരുന്നു. ധാരാളമായി കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, മാ അബ്കൽ ഉയൂന മാ അബ്കാഹൽ കിതാബ് സാബിഖ്, മുൻകഴിഞ്ഞ കിതാബ് കരയിപ്പിച്ചതിനേക്കാളും ഒരു കാര്യവും കണ്ണുകളെ കരയിപ്പിച്ചിട്ടില്ല. കാരണം അവനറിയില്ല, മാതാവിന്റെ ഗർഭത്തിൽ 4ാമത്തെ മാസത്തിലായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചു, അശഖിയുൻ അം സഈദ്, അവൻ സ്വർഗ്ഗത്തിലാണോ നരകത്തിലാണോ? അവനറിയില്ല അവൻ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിലാണോ നരകക്കാരുടെ കൂട്ടത്തിലാണോ എന്നത്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഭാഗത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ അവനെ സഹായിക്കുന്നതാണ് എന്ത്? അവന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, ധാരാളം ആളുകളെ മരണത്തിന്റെ സമയത്ത് മോശമായ മരണം അവർക്കുണ്ടാകാൻ അതിന് കാരണമായത് അവരുടെ പാപമായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇത്തഖുദ്ദുനൂബ് ഫഇന്നമാ ഹിയല്ലദീ ഔഖഅത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, കാരണം മോശം അന്ത്യത്തിൽ അധികവും പെടുത്തിയത് നിങ്ങളുടെ പാപങ്ങളാണ് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ചില സഹാബത്ത് മരണവേളയിൽ അവിടുന്ന് കരയുകയാണ്. അപ്പോൾ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അവിടുന്ന് ആ സഹാബിമാർ പറഞ്ഞ കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞങ്ങൾ കേട്ടു, ഇന്നല്ലാഹ തആല ഖബദ ഖൽഖഹു ഖബ്ദതൈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളെ 2 രൂപത്തിൽ എടുത്തു. ഫഖാല ഹഉലാഇ ഫിൽ ജന്ന, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കൂട്ടം ആളുകളോട് പറഞ്ഞു നിങ്ങൾ സ്വർഗ്ഗക്കാരാണെന്ന്, മറ്റു കൂട്ടം ആളുകളോട് പറഞ്ഞു നിങ്ങൾ നരകക്കാരുമാണെന്ന്. അപ്പോൾ സഹാബി പറയുകയാണ്, വലാ അദ്രി ഫി അയ്യിൽ ഖബ്ദതൈനി കുൻത്, ഞാൻ ഏത് കൂട്ടം ആളുകളിലാണ് എന്ന് എനിക്കറിയില്ല എന്ന് സഹാബി പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതം നന്നാക്കാൻ ശ്രമിക്കുന്നുവോ അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അവസാനവും നന്നാക്കി തരുന്നതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ദവാ എന്ന കിതാബിൽ പറയുന്നുണ്ട്, പാട്ടും മ്യൂസിക്കും അതുപോലെയുള്ള കാര്യത്തിൽ ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവർ പാട്ട് പാടുകയാണ്. അതുപോലെ തന്നെ കച്ചവടത്തിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് കച്ചവടത്തിൽ മുഴുകിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ ചില കണക്കുകൾ പറയുകയാണ്. അപ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും അവസാന കാലഘട്ടത്തിൽ, ഏത് രൂപത്തിലാണോ ഞാൻ ഇന്ന് ജീവിക്കുന്നത് ആ രൂപത്തിലായിരിക്കും നമ്മുടെ മരണം ഉണ്ടാവുക എന്നൊരു കാര്യം നാം മനസ്സിലാക്കുക. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ
സ്വർഗക്കാരുടെ പ്രവൃത്തി പ്രവർത്തിക്കുകയും ഫീമാ യബ്ദു ലിന്നാസ്, ജനങ്ങൾ കാണവേ ആളുകളുടെ മുന്നിൽ ഒരു മുഅ്മിനാൻ, ഒരു സത്യവിശ്വാസിയാണ്, മുത്തഖിയാണ്, താടിയുണ്ട്, ജുബ്ബയുണ്ട്, വലിയ വസ്ത്രമുണ്ട്, അങ്ങനെ ആ രൂപത്തിൽ മാത്രം ജീവിച്ചു. പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഇഖ്ലാസില്ല. ഈ രൂപത്തിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവന്റെ അവസാനം മോശമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പോൾ ഈ ഹദീസിൽ നാം പഠിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സഹാബിയെക്കുറിച്ച്. അതുപോലെ തന്നെ മോശമായ അന്ത്യത്തിൽ നമ്മെ രക്ഷിക്കാൻ സഹായിക്കുന്ന 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ എന്താണ്? മുജാഹദത്തുൻ നഫ്സ്. നമ്മുടെ നഫ്സിനോട് എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ പ്രാർത്ഥന, എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അതുപോലെ തന്നെ എപ്പോഴും ഹിസാബ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൽപ്പിച്ച രൂപത്തിലാണോ ഞാൻ ഇന്ന് ജീവിക്കുന്നത്, ആ രൂപത്തിൽ നാം എന്ത് ചെയ്യുക? എപ്പോഴും ഹിസാബ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈ രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് അവനുണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. ഈ ഹദീസ് ഒന്നും കൂടി വായിക്കാം. ഹദീസ് ഉദ്ധരിച്ച സഹാബി അബുൽ അബ്ബാസ് സഹൽ ബിൻ സഅദ് അസ്സാഇദി. അദ്ദേഹം അവസാനമായി മരണപ്പെട്ട സഹാബിയാണ്. ഏത് നാട്ടില്? മദീനയിൽ അവസാനമായി മരണപ്പെട്ട സഹാബിയാണ് ആര്? അബുൽ അബ്ബാസ് സഹൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു. മൊത്തത്തിൽ അവസാനമായി മരണപ്പെട്ട സഹാബി ആരാണ്? അബു തുഫൈൽ ആമിർ ബിൻ വാസില. നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കാൻ ശ്രമിക്കുക. പല ആളുകൾക്കും അറിയില്ല. അബു തുഫൈൽ ആമിർ ബിൻ വാസില. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവസാനമായി ഏത് നാട്ടിലാണ് മരണപ്പെട്ടത്? അതെ, ബസറയിൽ അവസാനമായി മരണപ്പെട്ടത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഹദീസിന്റെ അർത്ഥം ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, തീർച്ചയായും കർമ്മങ്ങൾ അത് പരിഗണിക്കപ്പെടുക അതിന്റെ അവസാനം കൊണ്ടാണ്. നമുക്കറിയാം, റമദാൻ മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവസാന സമയത്ത് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കിതാബിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഏതുപോലെ? കുതിരപ്പന്തയത്തിൽ, കുതിരയുടെ മത്സരത്തിൽ അവസാനമായി കഴിഞ്ഞാൽ കുതിരകൾ നല്ല രൂപത്തിൽ വേഗതയോടുകൂടി കർമ്മങ്ങൾ ചെയ്യാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഉൾഭാഗം, നമ്മുടെ ഹൃദയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയ്യത്തും ഇഖ്ലാസും ഒക്കെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പോൾ ഈ ഹദീസിന്റെ അർത്ഥം ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, തീർച്ചയായും കർമ്മങ്ങൾ അതിന്റെ അവസാനം കൊണ്ടാണ് അത് പരിഗണിക്കപ്പെടുക. അൽ ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണ്. ഹദീസ് ഒന്നുകൂടി പറയാം. عن أبي العباس سهل بن سعد الساعدي رضي الله عنه أن رسول الله صلى الله عليه وسلم قال إنما الأعمال بالخواتيم. 3 വാക്കുകളേ ഉള്ളൂ. إنما الأعمال بالخواتيم رواه البخاري. പറയാൻ പറ്റുമോ? عن سهل بن سعد أن رسول الله صلى الله عليه وسلم قال أحسنت يا سعد أحسنت. എന്താണ്? റവാഹുൽ ബുഖാരി. ഞാൻ വേറെ പറയാ? മുതിർന്ന ആളുകൾ ആരെങ്കിലും? മുഹമ്മദ് ക. عن سهل بن سعد الساعدي أحسنت أحسنت بارك الله فيك. إنما الأعمال بالخواتم رواه البخاري. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം എടുത്ത ഹദീസ് എന്താണ്? عن أبي هريرة കഴിഞ്ഞ ആഴ്ചയിലെടുത്ത ഹദീസ് പഠിച്ച ഹദീസ് عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم من حسن إسلام المرء تركه ما لا يعنيه رواه الترمذي. ഇന്നത്തെ ഹദീസ് عن سهل بن سعد الساعدي رضي الله عنه أن رسول الله صلى الله عليه وسلم قال إنما الأعمال بالخواتيم رواه البخاري. അദ്ദേഹമാണ് മദീനയിൽ അവസാനമായി മരണപ്പെട്ട സഹാബി. ജസാക്കുമുല്ലാഹു ഖൈറ.
وهذا والله تعالى أعلى وأعلم. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.